Hi, welcome back to Home Notes. എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഭയങ്കര ചൂടായിരിക്കും അല്ലേ? ഈ ചൂടുകാലത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് മോശമായി പോകും അല്ലേ? എസ്പെഷ്യലി ബനാന ഒറ്റ ദിവസം കൊണ്ട് പഴുക്കുകയും ചെയ്യും. അതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കറുത്തതാ ഇതുപോലത്തെ പരിവാവും അല്ലേ? ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കുട്ടികൾ തീരെ കഴിക്കുകയില്ല. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ അതിങ്ങനെ ഒരു കൊലയോടെ ഇങ്ങനെ കറുത്തു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഇങ്ങനത്തെ തൊലി കറുത്ത പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. കൂടാതെ ഇതുപോലെ നടുവേ മുറിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏത് പഴം വേണേലും ഇങ്ങനെ എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഒരു നേന്ത്രപ്പഴം കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞ് ഇതിൻ്റെ കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. തൊലി കറുത്തതുകൊണ്ട് പഴം ചീഞ്ഞു പോയെന്ന് അർത്ഥമില്ല കേട്ടോ. ചില പഴത്തിൻ്റെ തൊലി മാത്രമേ ഇങ്ങനെ കറുത്തിട്ടുണ്ടാവുള്ളൂ, അതിനുള്ളിൽ മോശമായിട്ടൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തൊലി കറുത്തെന്ന് പറഞ്ഞ് പഴം കളയരുത്. അങ്ങനെ ഇതെല്ലാം ഞാൻ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെക്കുമ്പോൾ ന്യൂസ് പേപ്പറിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഉണങ്ങാൻ വെക്കരുത്. വലിയ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ വലിയ പാത്രം മൂടുന്ന മൂടപാത്രം ഇല്ലേ, അങ്ങനത്തെ മൂടപാത്രത്തിലോ വേണം ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട്. ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഒട്ടിപ്പിടിക്കും, പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ചൂടാവും. അങ്ങനെ അതൊക്കെ നല്ലതല്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ വെച്ചാൽ ഒരു ഗുണം കൂടിയുണ്ട്, വേഗം ഉണങ്ങുകയും ചെയ്യും. അതായത് പാത്രം ചൂടായി ആ ചൂട് കൂടി കിട്ടുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാൻ ഇതെല്ലാം നിരത്തി വെയിലത്ത് ഉണങ്ങാൻ വെക്കുകയാണ്. ഇത് ഞാൻ തലേന്ന് ഉണങ്ങാൻ വെച്ചതാണ്. അത് ഇന്നേക്ക് ഇത്രയും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂട് വേഗം ഉണങ്ങി കിട്ടും. ഓരോ ദിവസവും തിരിച്ചും മറിച്ചും ഇട്ട് ഉണക്കിയെടുക്കണം. കട്ടി കൂടുതലാണെങ്കിൽ ഒന്നും കൂടി മുറിച്ചിട്ട് വേണം ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഉണങ്ങാൻ കുറച്ചും കൂടി ടൈം എടുക്കും. ഇത് റോബസ്റ്റ പഴമാണ്. ഏത് പഴവും നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഉണങ്ങിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാം ഉണങ്ങിയെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് 4 ഡേയ്സേ വേണ്ടി വന്നുള്ളൂ. കാരണം നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് എനിക്ക് 4 ദിവസം മതിയായിരുന്നു. ഇനി നമുക്കിത് എയർ ഒന്നും കയറാതെ നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് സ്നാക്സ് ആയിട്ട് കഴിക്കാം. ഇനി ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇത് തേനിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണേലും കഴിക്കാം. അതായത് നമ്മൾ നെല്ലിക്കയൊക്കെ തേനിലിട്ട് വെച്ച് കഴിക്കില്ല, അതുപോലെ നമുക്ക് ഇതും തേനിലിട്ട് വെച്ച് കഴിക്കാം. ഈ വെക്കേഷന് കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമാവും. മാത്രമല്ല ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഇനി തൊലി കറുത്തുപോയി എന്ന് പറഞ്ഞ് പഴം ആരും കളയില്ലല്ലോ അല്ലേ? അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ പഴമൊക്കെ തൊലി കറുത്തത് ഇതുപോലെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കളയരുത്. ഞാൻ പറഞ്ഞ സൊല്യൂഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.